കല്യാണത്തിന് മുന്നേ ലിവിങ് ടുഗദർ, അതിനെ ഒരുത്തൻ മോശമായി കമന്റ് ഇട്ടവന് വലിയവരെ വിളിച്ച സാറയാണ്. അപ്പൊ നിങ്ങളുടെ ആ പ്രണയത്തെ കുറിച്ച് പറയാ, ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്, എങ്ങനെയാണ് ഇഷ്ടം തോന്നിയത്? ഇനി ചാക്കോ എന്ന് പറയട്ടെ, അത് കഴിഞ്ഞ് ബാക്കി എങ്ങനെയാണ് എത്ര സ്കൂൾ, 6 സ്കൂൾ മാറി ഇത്രയും തലതെറിച്ചത്, ഇത്രയും വീട്ടുകാർക്കും നാട്ടുകാർക്കും എപ്പോഴും കംപ്ലൈന്റ് തരുന്ന ഈ സാറയുടെ കഥയൊന്നും എനിക്കറിയത്തില്ലായിരുന്നല്ലോ. ആ കഥയൊക്കെ ഇതായി കഴിഞ്ഞിട്ടല്ലേ കഥയെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട്. കുറെ കഥകൾ ഇവിടെ അപ്പം തന്നെ എന്നോട് പറഞ്ഞേക്കുന്നത്. എന്നാലും നീ കാരണം ഇവരുടെ അപ്പൻ ഞാൻ ഇവിടെ അടുത്ത് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോ ആദ്യം ഇവളെ ഇവിടെ അപ്പന്റെ അടുത്താ കൊണ്ടുപോയെന്നെ. ആ പ്രപ്പോസ് ചെയ്ത് ഒരു 2 ദിവസം എന്തോ കഴിഞ്ഞപ്പോ. നിങ്ങൾ എങ്ങനെ കാണുന്നത് പ്രപ്പോസ് ചെയ്യാനുള്ള അതിന് ബാക്കിലേക്ക്? ഞാൻ പഠിക്കുന്നത് ഇവിടെ കടവന്ത്രയിലായിരുന്നു. ഞാൻ കോസ്മെറ്റോളജി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആള് സൗദിയിലായിരുന്നു, ആള് വെളിയിലായിരുന്നു. അപ്പൊ ആള് എന്നെ ഇവിടെ കൊച്ചി വെച്ച് കണ്ടു. അപ്പൊ എന്നെ വന്ന് പ്രപ്പോസ് ചെയ്തു. അല്ല, ഇൻസ്റ്റാഗ്രാം വഴി എന്നെ കണ്ടു. അപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ റിപ്ലൈ കൊടുത്തില്ല. അപ്പൊ എന്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് ആദ്യം മെസ്സേജ് അയച്ചത് ഇഷ്ടമാണെന്ന് തന്നെയാണോ? അല്ലല്ല, ഒരു ഇമോജി. അതിലൊരു വിറ്റുണ്ട്. ഞാന് ഞങ്ങള് പ്രണയമെല്ലാം ആയി കഴിഞ്ഞപ്പോ ഞാൻ ചാച്ചനെ എനിക്ക് അയച്ച മെസ്സേജിന് ഒരു സ്റ്റാർ അയച്ചതേ. ആ സ്റ്റാറിന്റെ കൂട്ടത്തിൽ ഒരു 10 പെമ്പിള്ളേർക്ക് ഒരുമിച്ച് നേരെ താഴോട്ട് സെയിം സ്റ്റാർ. അതിൽ ആകെ റിപ്ലൈ തിരിച്ചു വന്നത് എന്റെയും വേറൊരു കൊച്ചിന്റെ മാത്രമേ ഉള്ളൂ.